ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം. സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 105 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ശ്രദ്ധിക്കുക, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മാതാപിതാക്കന്മാരെ, ഈ ലോകം അന്ധകാരം കൊണ്ട് മൂടിക്കിടന്ന സമയത്ത് സ്തോത്രം പ്രകാശമാകുന്ന ദൈവവചനമാകുന്ന ക്രിസ്തു ഈ ലോകത്തിൽ ഉത്ഭവിച്ചത് നിമിത്തമാണ് ഈ ലോകത്തിൽ വെളിച്ചം സ്തോത്രം ഇരുട്ട് മാറി വെളിച്ചം ഉദിക്കുകയാണ് ചെയ്തത്. ഞാൻ വിളിച്ചു പോട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുകയെങ്കിൽ നിശ്ചയമായിട്ട് നിന്നിൽ നിൽക്കുന്ന ചില അന്ധകാരങ്ങൾ മാറിപ്പോകുകയും ഒരു പ്രകാശം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും. ഇവിടെ വചനം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മൾ എവിടെ കാൽച്ചുവടുകൾ വെച്ച് കടന്നു പോയാലും അതൊരിക്കലും പരാജയമല്ല, അത് ജയമാണ്. നമ്മൾ എവിടെ സോദരൻ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവിടെ പരാജയമല്ല, അവിടെ ജയമാണ്. കാര്യം വചനം പറയും, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. ഈ വചനങ്ങളായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.